നിങ്ങൾക്ക് ലോകത്ത് എവിടെയെങ്കിലും പോയാൽ ഒരു ദിവസം അടുത്തടുത്ത സമയങ്ങളിൽ സൂര്യാസ്തമയം 2 പ്രാവശ്യം കാണാൻ പറ്റുമോ? സംശയമുണ്ടല്ലേ? എന്നാൽ കാണാൻ പറ്റും. ദുബായ് വരെ പോയാൽ മതി. ദുബായിൽ എവിടെയെന്നല്ലേ? ബുർജ് ഖലീഫയുടെ അടുത്തേക്ക് പോവാം. ബുർജ് ഖലീഫയുടെ അടുത്തിരുന്ന് അതിൻ്റെ ചുവട്ടിലിരുന്ന് നമുക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റും. അങ്ങനെ ഇരുന്ന് സൂര്യാസ്തമയം കണ്ടിട്ട് സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പാക്കിയാൽ ഉടൻ തന്നെ ബുർജ് ഖലീഫയ്ക്ക് അകത്തേക്ക് കയറി അവിടുത്തെ ലിഫ്റ്റിൽ 124ാമത്തെ നിലയിലേക്ക് പോവാം. ആ 124ാമത്തെ നിലയിൽ ചെന്നെത്തി അവിടുത്തെ ബാൽക്കണിയിലൂടെ നോക്കിയാൽ നമുക്ക് സൂര്യാസ്തമയം അപ്പോൾ തന്നെ ഒന്നും കൂടെ കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. 828 മീറ്ററാണ് ബുർജ് ഖലീഫയുടെ ഉയരം എന്ന് പറയുന്നത്. 200 നിലകളാണ് ഈ ബുർജ് ഖലീഫയ്ക്കുള്ളത്. 160 നിലകളിൽ ആൾക്കാർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള നിലകളെല്ലാം തന്നെ ആ ബിൽഡിങ്ങിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ലിഫ്റ്റിൽ ഇങ്ങനെ 124ാമത്തെ നിലയിലേക്ക് പോകണമെന്ന്. ആ ലിഫ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ നീളം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ദൂരം സഞ്ചരിക്കുന്ന ലിഫ്റ്റ് എന്ന് പറയുന്നത് ബുർജ് ഖലീഫയിലെ ലിഫ്റ്റാണ്. അത് മാത്രമല്ല, ഈ ലിഫ്റ്റിന് ലോകത്തിലെ വേഗതയിൽ 3-ാം സ്ഥാനമാണുള്ളത്. 1 മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗതയിലാണ് ഈ ബുർജ് ഖലീഫയിലെ ലിഫ്റ്റ് സഞ്ചരിക്കുന്നത്. അപ്പോൾ സൂര്യാസ്തമയം ഒരു ദിവസം 2 പ്രാവശ്യം കാണണമെങ്കിൽ എവിടെ പോകണം? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിലേക്ക് പോകണം. പോകാൻ വരട്ടെ, ഇതിനേക്കാൾ വലിയ ഒരു കെട്ടിടം വരുന്നുണ്ട്. എവിടെയെന്നല്ലേ? സൗദി അറേബ്യയിലാണ്. ജിദ്ദ ടവർ എന്നാണ് പേര്. അത് പൂർത്തിയാകുമ്പോൾ 1 കിലോമീറ്റർ ഉയരം ആ കെട്ടിടത്തിനുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യാസ്തമയത്തിന് മറ്റൊരു സാധ്യത കൂടെ തുറന്ന് കിടക്കുകയാണ്.